Hello everyone, welcome back to the channel. നമ്മൾ CBSE Class 12 മാത്സിൻ്റെ MCQ സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ചാപ്റ്റർ 1 റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കുകയാണെങ്കിൽ അറിയാം, സെക്ഷൻ എയിൽ 18 ക്വസ്റ്റ്യൻസോളം MCQs ഉണ്ട്. സോ ഓരോ ചാപ്റ്ററിൽ നിന്നും സെക്ഷൻ വൈസ് ടോപ്പിക് വൈസ് നമ്മൾ MCQs അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് സെക്ഷൻ ടൈപ്സ് ഓഫ് റിലേഷൻസ് എന്നുള്ള സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. First question idana. Let R be a relation in the set N given by capital R equal to the set of all ordered pairs AB such that A equal to B minus 2 where B is greater than 6. Then, 4 options under ordered pair 8, 7 element of R, ordered pair 6, 8 element of R, ordered pair 3, 8 element of R, ordered pair 2, 4 element of R. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് നോക്കാം. നമ്മുടെ റിലേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നാച്ചുറൽ നമ്പറിന്റെ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആർ ഈക്വൽ ടു ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർസ് ഇസ് ദാറ്റ് എ ഈക്വൽ ടു ബി മൈനസ് 2 ആൻഡ് ബി ഈസ് ഗ്രേറ്റർ ദാൻ 6. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പെയർ ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ ആദ്യം നോക്കാം, ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. 8, 7 എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. 8, 7 ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ നോക്കി. ബി ഗ്രേറ്റർ ദാൻ 6 ആണോ നോക്കാം. 8, 7 ബി എന്ന് പറഞ്ഞ ഇതാണ് ഓർഡേഡ് പെയർ എ ബി, ഇങ്ങനെയാ വരും. ഇപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 ഈസ് ഗ്രേറ്റർ ദാൻ 6, അത് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അടുത്ത കണ്ടീഷൻ എ ഈക്വൽ ടു ബി മൈനസ് 2 സാറ്റിസ്ഫൈഡ് ആണോ നോക്കി. 8 ഈക്വൽ ടു ബി മൈനസ് 2, ദാറ്റ് ഈസ് 7 മൈനസ് 2 ആണോ? അല്ല. സോ 8 നോട്ട് ഈക്വൽ ടു 7 മൈനസ് 2. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്തല്ല, കറക്റ്റ് അല്ല, അത് റോങ് ആണ്. ഫസ്റ്റ് ഓപ്ഷൻ റോങ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് എന്താ, 6, 8 എലമെന്റ് ഓഫ് ആർ എന്ന് പറഞ്ഞിരിക്കുന്നത്. 6, 8 എലമെന്റ് ഓഫ് ആറിൽ ആദ്യത്തെ കണ്ടീഷൻ നോക്കാം. ബി ഗ്രേറ്റർ ദാൻ 6 ആണോ. 8 ഈസ് ഗ്രേറ്റർ ദാൻ 6 അല്ലേ. 8 ഗ്രേറ്റർ ദാൻ 6 ആണ്, സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ എ ഈക്വൽ ടു ബി മൈനസ് 2 ആണോ നോക്കൂ. 6 ഈക്വൽ ടു 8 മൈനസ് 2, അതും ട്രൂ ആണ് അല്ലേ. 6 ഈക്വൽ ടു 8 മൈനസ് 2. അപ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 6, 8 എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് ആർ, ഇത് റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, ഇനി 3, 8 എലമെന്റ് ഓഫ് ആർ, രണ്ട് ഓപ്ഷൻസും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 3, 8 എലമെന്റ് ഓഫ് ആർ ആണോ നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ ബി ഗ്രേറ്റർ ദാൻ 6 ആണോ. 8 ഈസ് ഗ്രേറ്റർ ദാൻ 6, ട്രൂ ആണ് അല്ലേ. രണ്ടാമത്തെ കണ്ടീഷൻ എ ഈക്വൽ ടു ബി മൈനസ് 2, ട്രൂ ആണോ നോക്കി. എ എന്ന് പറഞ്ഞത് 3 ഈക്വൽ ടു ബി മൈനസ് 2, അതായത് 8 മൈനസ് 2 ഈക്വൽ ആണോ. 3 ഈസ് ഈക്വൽ ടു 8 മൈനസ് 2 ആണോ. അല്ല. 3 നോട്ട് ഈക്വൽ ടു 8 മൈനസ് 2 ആണ്. സോ നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ 3, 8 എന്ന് പറയുന്നതും എന്തല്ല, ട്രൂ അല്ല. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം, ഇതും ട്രൂ അല്ല. ഇനി നാലാമത്തെ ഓപ്ഷൻ 2, 4 എലമെന്റ് ഓഫ് ആർ. വീണ്ടും നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ബി ഗ്രേറ്റർ ദാൻ 6 ആണോ നോക്കുക. ബി ഗ്രേറ്റർ ദാൻ 6 ആണോ. ഇവിടെ 4 ഈസ് ഗ്രേറ്റർ ദാൻ 6 ആണോ. അല്ല. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ തന്നെ അത് ഫാൾസ് ആയിട്ട് വന്നു. 4 ഗ്രേറ്റർ ദാൻ 6 അല്ല, 4 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 6. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ 2, 4 എന്ന് പറഞ്ഞത് എലമെന്റ് ഓഫ് ആർ അല്ല. അപ്പോൾ നമ്മുടെ നാലാമത്തെ ഓപ്ഷനും എന്തല്ല, റൈറ്റ് ആൻസർ അല്ല. അപ്പോൾ നമുക്ക് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ റൈറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്, 6, 8 ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 6, 8 എലമെന്റ് ഓഫ് ആർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള MCQ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.